ഇന്ത്യൻ വ്യോമസേനയിലെ കരുത്തന്മാരാണെന്ന് റഫേൽ വിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മിതമായ റഫേൽ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇതിനു പുറമെ ഇന്ത്യക്ക് വരുന്നത് തേജസ് MK-1A വിമാനങ്ങൾ. അത് HAL തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ വിമാനങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ലോകത്തെ മികച്ച വ്യോമ കരുത്തന്മാരായി മാറുമെന്നതിൽ ഒരു സംശയമില്ല. ഇതിനൊപ്പം ഒരു 140ഓളം റഫാൽ വിമാനങ്ങൾ അത് തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ആ വിമാനങ്ങൾ കൂടി വ്യോമസേനയുടെ സ്വന്തമാക്കി നൽകാനാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് ആലോചനകളുമായി മുന്നോട്ട് പോകുന്നത്. ഫ്രഞ്ച് റഫാൽ നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷനുമായി ഏതാണ്ടൊക്കെ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിലോ നാഗ്പൂരിലോ ആയിരിക്കും ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. 80-90% വരെ തദ്ദേശീയമായ വിമാനങ്ങളാകും, തദ്ദേശീയമായ പാർട്സ് ആകും ആ വിമാനങ്ങളിൽ ഉണ്ടാകുകയെന്ന് ഇതിനോടകം തന്നെ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ട എല്ലാ വിമാനങ്ങളും ഏതാണ്ടൊക്കെ തദ്ദേശീയമായി ഇവിടെ നിർമ്മിക്കുമ്പോൾ ഇവയ്ക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ വേണ്ട ടാങ്കറുകളുടെ ദൗർലഭ്യമാണ് ഇന്ത്യൻ വ്യോമസേനയെ ഇപ്പോൾ ഏറെ അലട്ടുന്നത്. ഇപ്പോൾ ആഗ്ര ആസ്ഥാനമായുള്ള 6 റഷ്യൻ നിർമ്മിത IL-78 റീഫ്യൂവലിംഗ് വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. തികയാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം ഒരു വിമാനം ഇന്ത്യ ലീസിനെടുക്കുകയും ചെയ്തു. ഇന്ധനം നിറയ്ക്കുന്ന വെറും ഇന്ധനം കൊണ്ടുപോകാൻ ശേഷിയുള്ള ടാങ്കർ വിമാനങ്ങളാണിവ. വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് ദൈർഘ്യമേറിയ ദൗത്യങ്ങൾക്ക് അവയെ പ്രാപ്തരാക്കുന്നതാണ് ഈ ടാങ്കർ വിമാനങ്ങൾ. നമ്മൾ കണ്ടതാണ് 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഫ്രാൻസിൽ നിന്നും പറന്നു വരുന്ന വഴി ഇന്ത്യൻ വിമാനങ്ങൾ ഈ റഫാൽ യുദ്ധ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂവലിംഗ് നടത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 15 വർഷമായി വ്യോമസേനയ്ക്ക് 6 റഷ്യൻ ടാങ്കർ യുദ്ധ വിമാനങ്ങൾ മാത്രമാണുള്ളത്. പുതിയ ടാങ്കർ വിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടോ ഇതുവരെ നടന്നിരുന്നില്ല. പക്ഷേ ഒരു ടാങ്കർ വിമാനം ലീസിനെടുത്തതോടെ എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ടാങ്കർ വിമാനങ്ങൾ സ്വന്തമാക്കിക്കൂടാ എന്നൊരു ആലോചന വ്യോമസേനയ്ക്കും പ്രതിരോധ വകുപ്പിനും ഉണ്ടായി. അങ്ങനെ പുതിയ മിഡ് എയർ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് വ്യോമസേന. ഏകദേശം 8,000 കോടി മതിക്കുന്ന കരാറാണ് ഇന്ത്യ ഒരു ഇസ്രായേൽ കമ്പനിക്ക് ഈ ടാങ്കർ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകാനായി ഇന്ത്യ ഒപ്പിടാൻ പോകുന്നത്. ഇസ്രായേൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്രായേൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ഈ കരാർ ഏറ്റെടുക്കാൻ സാധ്യതയെന്ന് പ്രതിരോധ വകുപ്പിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. കരാർ ലഭിച്ചാൽ 6 പഴയ ബോയിങ് 767 കൊമേഴ്സ്യൽ വിമാനങ്ങളെ അതിന് ടാങ്കർ വിമാനങ്ങളൊക്കെ പരിഷ്കരിച്ച് കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്ക് കൈമാറാമെന്നാണ് ഉറപ്പ്. ഏകദേശം 30% മേക്ക് ഇൻ ഇന്ത്യ ഘടകങ്ങൾ അതിൽ ഉറപ്പാക്കുമെന്നും ഇസ്രായേലി കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യ, യൂറോപ്യൻ കമ്പനികളും ഈ കരാറിനെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും സ്വീകാര്യമായത് പഴയ ബോയിങ് വിമാനങ്ങളെ ടാങ്കർ വിമാനങ്ങളാക്കി മാറ്റുന്ന ഈ ഇസ്രായേലി സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ആ നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും അവസാന ഘട്ടത്തിൽ ഈ റഷ്യ, യൂറോപ്യൻ കമ്പനികളും കരാറിനായി വന്നിരുന്നു. ഈ റഷ്യ, യൂറോപ്യൻ കമ്പനികൾ ചില ഇന്ത്യൻ നിബന്ധനകൾ, അതായത് മേക്ക് ഇൻ ഇന്ത്യ 3.3% മുതൽ 30% വരെ തദ്ദേശീയമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഈ വിമാനങ്ങൾ ഉപയോഗിക്കണം എന്ന ഇന്ത്യയുടെ നിബന്ധന പാലിക്കാൻ ഈ റഷ്യൻ വിമാന കമ്പനികൾക്കും യൂറോപ്യൻ വിമാന കമ്പനികൾക്കും സാധിച്ചില്ല. അങ്ങനെ അവർ പിൻവാങ്ങുകയായിരുന്നു. അപ്പോഴേക്കാണ് ഇസ്രായേലിന്റെ പ്രധാന വിമാന നിർമ്മാണ കമ്പനിയായ ഇസ്രായേൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് അതിന് ഈ ചുമതല ഏൽപ്പിക്കാൻ പ്രതിരോധ വകുപ്പ് ഒരുങ്ങുന്നതും. എന്തായാലും പ്രതിരോധ വകുപ്പിന്റെ ഈ ഒരു തീരുമാനം 8,000 കോടി രൂപയുടെ ടാങ്കർ വിമാനങ്ങൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് രാജ്യത്തേക്ക് പറന്നു നിന്ന് ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി മിഡ് എയർ കൂടുതൽ ദൂരം പറക്കാനും വേണ്ടിയിട്ട് മിഡ് എയർ ഫ്യൂവലിംഗ് സംവിധാനമുള്ള പുതിയ എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം.